ദേ മുന്നിലായിട്ടൊരു ഷെഡ് കാണുന്നില്ലേ, അതിനകത്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. ഇവിടുത്തെ ഈ തോട്ടത്തിലെ പണിക്കാരുടെ ഷെഡാണ്. നിലവിലവിടെ പണിക്കാരൊന്നുമില്ല. ദേ ഈ ഭാഗത്ത് കണ്ടോ ഗ്രാമ്പു, എല്ലാത്തിലും ഇങ്ങനെ കായകളുണ്ട്. പിന്നെ ഇതാ ഈ ഭാഗത്തോട്ട് കുരുമുളകാണ്, കുരുമുളക് വള്ളികൾ ഇവിടെ മരങ്ങളിൽ പടർന്നു നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? കമുകിലും വേറെ പല മരങ്ങളിലും അതിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ അതേ തെങ്ങുണ്ട്. ദേ ഈ ഭാഗത്ത് കശുമാവ് നിൽപ്പുണ്ട്. പിന്നെ കണ്ടോ മുകളിലോട്ട് നല്ല ഉയരമുള്ള മലകളാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഈ ഷെഡിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നത്. ഞങ്ങളുടെ കയ്യിൽ ജസ്റ്റ് മൊബൈലിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി, ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നതല്ലേ നേരത്തെ, ഇപ്പോൾ അവരില്ലെന്നേ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു സംവിധാനം, വിളക്കോ മെഴുകി തിരിയോ എന്തെങ്കിലും കാണുമെന്ന് അവസാനം ഞങ്ങളൊരു മണ്ണെണ്ണ വിളക്ക് തപ്പി പിടിച്ചെടുത്ത്, തീപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ തീ കത്തിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ തന്നെയാണ്. നമ്മളത് ഈ ഭാഗത്ത് ഒരു അടുക്കള പോലൊരു സെറ്റപ്പ് ഉണ്ട് ഇങ്ങ് താഴെ. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പം പാത്രങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്നില്ലേ പൊറോട്ട, അതൊക്കെ തീ കത്തിച്ച് അതിനെയൊക്കെ ചൂടാക്കി വെച്ചു അത് രാവിലെ തന്നെ. ഇവിടെ നിന്നുള്ള താഴ്വര കാഴ്ചയാണ് കേട്ടോ, അത്ര ക്ലിയർ അല്ല, മൊത്തം ഇങ്ങനെ മൂടൽ മഞ്ഞാണ്. പിന്നെ കണ്ടോ ഇതുവഴി ഒരു നദി പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, വെള്ളം കുറവാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നിന്നാണ് കുളിച്ചത്. ഇന്നലെ വൈകുന്നേരം ഞാനും രതീഷും ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു വേളിമലയുടെ മുകളിലോട്ട് കയറി വന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പകുതി വഴിയെത്തി. എന്നിട്ട് അവിടെ കാട്ടിൽ ആ ഒരു ഷെഡിൽ കഴിഞ്ഞു കൃഷിക്കാരുടെ. അപ്പോൾ ഇന്ന് അതിരാവിലെ, അതായത് ഏകദേശം 5 മണിയോടുകൂടി വിഷ്ണുവിൻ്റെ കുറേ ഫ്രണ്ട്സും ഏകദേശം 6 പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരവിടെ നിന്ന് താഴെ നിന്ന്, അതായത് മാമ്പഴത്തുറയാർ ഡാമിൻ്റെ സൈഡിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു 7:30 സമയത്തോടു കൂടി ഇവിടെ എത്തും. അപ്പോൾ നല്ല ചൂടാണിപ്പോൾ. അത് കാരണം എത്രത്തോളം നേരത്തെ നമ്മളിനി മുകളിലോട്ട് കയറുന്നോ അത്രത്തോളം കൂടുതൽ ഭാഗങ്ങളിലോട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേ, അതായത് ഒരു 2 മാസം മുന്നേ ഒക്ടോബറിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ശരിക്കും ഈ റൂട്ട് വഴിയാണ് വന്നത്. വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് മുകളിൽ പോകാൻ പറ്റില്ല. ഇതിന് തൊട്ട് മുകളിലൊരു വലിയ മലയുണ്ട്, നീലക്കുറിഞ്ഞികൾ പോലെ പൂക്കൾ പൂത്ത് കിടന്ന ഒരു മലയുണ്ട് ഇവിടെ. അപ്പം കുറച്ച് പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മലയും പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് ഭാഗങ്ങളെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ശരിക്കും ഇതിനൊരു ടോപ്പുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലെത്തണം. അപ്പോൾ ഈ നേരത്തെ പൊക്കഴിഞ്ഞാൽ അധികം ചൂടാവുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറേ ദൂരം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അവരിനി എനിക്ക് തോന്നുന്ന ഒരു 10-15 മിനിറ്റിൽ ഇവിടെ എത്തും. അപ്പോൾ ഞങ്ങൾ അവരെത്തിയതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് അവരും എന്തൊക്കെയോ ഫുഡ് വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ്. അത് കാരണമാണ് ഇങ്ങനെ ഈ തേങ്ങകളൊക്കെ ചാക്കിൽ പൊതിഞ്ഞങ്ങനെ നിർത്തിയിരിക്കുന്നത്. കണ്ടോ, എല്ലായിടത്തും നല്ല വെളിച്ചമായി. കണ്ടോ മലമുകളിലൊക്കെ നല്ല ഇളം മഞ്ഞ വെയിൽ അങ്ങനെ വീഴുന്നത്. ശരിക്കും ഈ സമയം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും സൺസെറ്റും സൺറൈസും ഒക്കെ മലമുകളിൽ നിന്ന് കാണണമെങ്കിൽ ഞങ്ങൾ ഇന്നലെ നേരത്തെ ഉച്ചയ്ക്ക് തന്നെ യാത്ര തിരിച്ച് വൈകുന്നേരത്തോടു കൂടി ഏറ്റവും മുകളിൽ എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇനിയൊരു ദിവസം ഞങ്ങളങ്ങനെ വരും. ഞാനിവിടെ ഒരു പാറപ്പുറത്ത് കയറിയിരിക്കുകയാണ് വിഷ്ണുവിനെയും ഒക്കെ പ്രതീക്ഷിച്ച്. അവർ ഈ ഭാഗത്തൂടെ ഇപ്പോൾ ആ സ്ക്രീനിൻ്റെ കൃത്യം നടുക്കായിട്ട് കാണുന്നില്ലേ, അവിടെ ഒരു വഴിയുണ്ട്, അതിലേ കയറി വരും. കൃഷ്ണശലഭമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും ഇവിടെ ഗരുഡശലഭം, അതേപോലെ ക്രിംസൺ റോസ്, ഇതൊക്കെ ഇങ്ങനെ പറന്ന് കിടപ്പുണ്ട്. അതൊക്കെ ഒരുപാട് ദൂരെയാണ്. ഇതിപ്പോൾ ഈ ജാതി മരത്തിലിങ്ങനെ എനിക്ക് തോന്നുന്ന മഞ്ഞ് കാരണം ചിറ ഉണക്കാൻ വേണ്ടി ആ വെയിൽ വരുന്ന ഭാഗത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അടുത്ത് കിട്ടിയത്. അങ്ങനെ ദേ അവർ കയറി വരുന്നു. ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വിഷ്ണു എന്തൊരു മൈൻഡില്ല, സത്യം പറഞ്ഞല്ലേ. നെറ്റിപ്പട്ടം കിട്ടി ആനയെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഹാപ്പി ന്യൂ ഇയർ. പക്ഷേ ആനയെ വന്നില്ല ഇതുവരെ മേഞ്ഞിട്ട്. അതുപോലെ പുലിത്തോല് വിരിച്ച് തരണമെന്നൊക്കെ വിചാരിച്ചാണ്, പുലിയേയും കാണാനില്ല. ഇന്നലെ പോയതാ ഒരു മുയലിനെ പിടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ വന്നില്ല. കൊട്ടാരം മുന്നിലായിട്ട് കാണുന്നു വലത് സൈഡ് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം. ഇനി കൊടുക്കൂല, ഇനി പിണങ്ങി.
ആന എന്നെ വീട്ടിൽ കയറ്റുന്നില്ല. ഞങ്ങൾ നടന്നു വരുന്ന വഴിയുടെ വശത്തായിട്ട് കണ്ടൊരു ചെടിയാണ്. ഞങ്ങളിതിനു മുന്നേ പെരിയാർ ടൈഗർ റിസർവിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും ഇത് മുളങ്കാടുകളിലോട്ട് വളർന്നങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ഫ്ലവറാണ്. അതുപോലെ മലേഷ്യയുടെ നാഷണൽ ഫ്ലവറാണ്. ഇതിൻ്റെ പേര് സെങ്കാന്തൽ എന്നാണ് തമിഴിൽ. മലയാളത്തിൽ എന്തോ ഒരു പേരുണ്ട്, എനിക്കറിയില്ല അത് ശരിക്കും. അതേപോലെ ഇംഗ്ലീഷിലൊക്കെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്. പക്ഷേ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടുകാരനായ ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഉത്സവം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയാണ് ഞങ്ങൾക്ക് ഈ ചെടി പരിചയപ്പെടുത്തി തരുന്നതും അതിൻ്റെ പേര് തമിഴിൽ സെങ്കാന്തൽ എന്ന് പറഞ്ഞു തരുന്നതും. അത് കാരണം അതെനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ കാട്ടിൽ വളർന്നു നിൽക്കുന്ന കാന്താരിയാണ്. കണ്ടോ, മൊത്തം ഇങ്ങനെ കായകളാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കിരൺ പറയുന്നത് ഇത് കുഞ്ഞൻ കാന്താരി എന്നാണ്. നമ്മൾ നാട്ടിൻപുറത്ത് കിട്ടില്ലേ കാന്താരി മുളക്, അതിനേക്കാളും രുചിയെന്നൊക്കെയാണ് കിരൺ പറയുന്നത്. അപ്പോൾ എന്തായാലും തിരികെ വരുമ്പോൾ കുറേ ഇതിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോകണം. പാമ്പിൻ്റെ പടം, അതായത് അതിൻ്റെ സ്കിൻ, തോല്, അത് പൊഴിച്ചിട്ടിരിക്കുന്നതാണ്. കണ്ടോ, ഞങ്ങൾ 2 മാസം മുന്നേ വന്നപ്പോൾ കുറച്ചും കൂടെ വഴി ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. ഞങ്ങൾ പിന്നെ ആ ഒരു വന്ന പരിചയം വെച്ച് ആ ഒരു ഊഹം അങ്ങനെ കയറി പോകുന്നതാണ്. അവർ പുറകെ ഉണ്ട് നടക്ക്. ഇടയ്ക്കിടയ്ക്ക് കുഴിയുണ്ട് കേട്ടോ, അത് നോക്കിയോ. വഴിയില്ല, ഞങ്ങളിങ്ങനെ പല സ്ഥലത്താണ് മലയുടെ. ഞങ്ങളിത് ഇതിലേ പോകുന്നു, ഇതേ കുറേ പേര് അതിലേ പോയിട്ട് തിരികെ ഇറങ്ങി വരുന്നു. കണ്ടോ, ഇതിലേ കുറച്ച് ആൾക്കാർ. പിന്നെ വഴി കണ്ടുപിടിച്ചോണം പോകാൻ. രതീഷ് അതിലേ പൊക്കോ, താഴോട്ട് ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്. അല്ല, അതിലേ അങ്ങ് പതുക്കെ ഇറങ്ങി, ചരിവാ അത്. മൊത്തം പുല്ലല്ലേ വളർന്ന്. അല്ല, ദേ ഇതിലെ വഴി കാണാം രതീഷ്. നേരെ ക്രോസ് ചെയ്ത് കണ്ടോ പുല്ല് തെളിഞ്ഞ് കിടക്കുന്നത്. ഇതിവിടെ നോക്കിയോ, തറയിലൊരു കുഴിയുണ്ട്. പാമ്പ് കാണും പിന്നെ. ആ, എന്തുമാത്രം ഉയരത്തിൽ നിൽക്കുന്നു പുല്ല്. ഒരുപക്ഷെ നമ്മൾ വന്നില്ല അന്ന് 2 മാസം മുന്നേ. അതിനുശേഷം കൂടെ ആരും വന്നു കാണില്ല. പോത്ത് പോകുന്ന വഴി. നല്ല വെയിലായി. ഞങ്ങൾ വളരെ പതുക്കെ കയറുന്നത്, കാരണം ഇവിടെ മൊത്തം ഇങ്ങനെ പുല്ല് വളർന്ന് നിൽപ്പുണ്ട്. അതിനിടയിൽ ഒരാൾ ആയിപ്പോയാൽ അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ മുന്നേ അവർ വെട്ടി മാറ്റിയാണ് പോകുന്ന വഴി മൊത്തം. അത്രത്തോളം ഉയരത്തില്ല പുല്ല് വളർന്ന് നിൽക്കുന്നത്. മൊത്തം ഇങ്ങനെ പൂത്ത് എനിക്ക് കയറി പോകാൻ പോലും വരുന്നില്ല, വീഴുമെന്ന്. അമ്മേ, എങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച്. ഇവിടെ മൊത്തം ഇങ്ങനെ കുഴിയുണ്ട്, നമ്മളറിയാതെ എവിടെയെങ്കിലും ചവിട്ടി കഴിഞ്ഞാൽ നേരെ അതിനകത്തൊരു വീഴും. അതുപോലെ കല്ലുകളൊക്കെ ഇളകിയിരിക്കുക. ദൈവമേ, എങ്ങനെ കയറും ഇവിടെ. ഒരു കല്ലിൽ ഞാൻ കാല് ചോട്ടി, അമ്മേ, അവിടെ ഒപ്പിച്ചു. അടുത്ത ഗ്യാപ്പായി. ഓക്കെ, അവർ കയറി പോകുന്നുണ്ട്. പാറയും ഒക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് കയറണം. ഞാൻ പിന്നെ ഈ പുല്ലിലൊക്കെ പിടിച്ച കയറുന്ന തെന്നുന്നുണ്ട്. അവർ ഡിസപ്പിയറായി. ആകുമ്പോൾ വയ്യ, ഞാൻ തളർന്നിവിടെ നിൽക്കുന്നു. മൊത്തം കണ്ടോ ആ ഒരു പുല്ല്, അതിങ്ങനെ പൂത്ത് നിൽക്കുന്നു. ആർക്കും പേരറിയില്ല കേട്ടോ, ഞങ്ങളുടെ കൂടെയുള്ള ആർക്കും ഈ ചെടിയുടെ പേരറിയില്ല. എന്തൊക്കെയായാലും ഭയങ്കര ഭംഗിയാണ്. കണ്ടോ, ഇവിടെ മൊത്തം അത് തന്നെയാണ്. ഞങ്ങൾ നടന്നു വന്ന വഴിയുണ്ടോ, അവിടെ എല്ലാം അതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾ വളരെ സ്ലോയിലാണ് മല കയറുന്നത്, കാരണം വഴി വെട്ടി ഉണ്ടാക്കണം. കണ്ടോ, ഇവരൊക്കെ നിൽക്കുന്നുണ്ടോ. ഈ ഭാഗം എല്ലാം ഇത് തന്നെയാണ്, നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഞങ്ങൾ 2 മാസം മുന്നേ വന്നപ്പോൾ ഈ മല മൊത്തം നീലക്കുറിഞ്ഞു പോലൊരു ചെടിയായിരുന്നു പൂത്ത് കിടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സീസൺ മാറി. ഇതിന്നിപ്പം ജനുവരി 1, 2023.
ഇന്നിവിടെ പൂത്തിരിക്കുന്നത് ഈ ഒരു ചെടിയാണ്. ഇത് കുറേ പേരങ്ങ് മുകളിലെത്തി കേട്ടോ. കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ സ്ലോ ആയിട്ട് നിൽക്കുന്നത്. കുത്തനെ ഒരു കയറ്റമാണ്. ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ല വെയിലായി. ഞങ്ങൾ കുറേ മുകളിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. അങ്ങ് താഴെ വരെയാണ്. പൂക്കളുണ്ടായിരുന്ന പുല്ലതേ തൊട്ട് താഴെയായിട്ട് അവിടെ കാണാം ബോർഡർ, അവിടെ അവസാനിച്ചു. പിന്നെ ഇങ്ങോട്ടെല്ലാം ഉയരമുള്ള മലകളാണ് കണ്ടോ. പക്ഷേ ഇതാ ഇവിടെ കണ്ടോ, ആ പൂക്കളുള്ള പുല്ല് കുറവാണ്. ഇനി അങ്ങോട്ട് പൂക്കളില്ലാതെ നല്ല പച്ചപ്പാണ് ഈ മല. ഞാൻ ഏറ്റവും പുറകിൽ, ഇത് അവരൊക്കെ അങ്ങെത്തി കണ്ടോ. ഒരു വലിയ മരം കാണുന്നില്ലേ, അതിൻ്റെ ഒപ്പം എത്തി. അപ്പം ഞാനും നടക്കട്ടെ. ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രെക്കിങ്ങൊക്കെ വന്ന് ഫീൽ ചെയ്യേണ്ടത് കേട്ടോ. ഈ പുൽമേട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ നമ്മളെ മൂടി നിൽക്കുന്ന പുല്ലാണ് മൊത്തം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ പൂക്കളിങ്ങനെ ചെതറിപ്പോവും, പൊടി പൊടിയായിട്ട് ഉയർന്ന് വായുവിൽ. പതുക്കെ പതുക്കെ ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ ഈ പുൽമേട്. നമ്മൾ വേറെ വഴി കൂടെ പോയെ. അപ്പുറ സൈഡിൽ കൂടെ. ഇത് കുറച്ചുകൂടെ പ്രയാസമായിട്ട് തോന്നുന്നു. കിരൺ പറഞ്ഞ കേട്ടോ, ആ ഭാഗം മൊത്തം കാടാത്രേ. ഞങ്ങൾ ആദ്യത്തെ പുൽമേട് കഴിഞ്ഞിട്ട് നിറയെ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായി. പാറയൊക്കെയാണ്. ഇതെല്ലാവരും ഇവിടെ ഇരുന്ന് വിശ്രമമാണ്. പലരും തളർന്നു പോയെന്നാണ് പറയുന്നത്. ഇനിയുണ്ട് കുറേ പുൽമേടുകൾ മുകളിലോട്ട്. അവരെല്ലാം അവിടെ ഇരിക്കുന്നത്. ഇദ്ദേഹം മരം വെട്ടാൻ വന്നതാണ്. ഇവിടെ നമുക്ക് കയറിപ്പോകാൻ പറ്റാതെ തടസ്സപ്പെടുത്തിയൊരു മരത്തിൻ്റെ കമ്പുണ്ട്. വേണ്ട, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ താഴെ നിൽപ്പുണ്ട് കണ്ടോ. അത് വെട്ടി മാറ്റിയാലും നമുക്ക് ഇതിനിടയിൽ കൂടെ പോകാൻ പറ്റും. അപ്പുറം സൈഡ് മൊത്തം മുൾ മരങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം അതിനെ ഇങ്ങനെ ഒടിച്ചു വിട്ടു. അതങ്ങനെ കണ്ടോ ഒടിഞ്ഞിരിക്കുന്നുണ്ടോ. ഇതിനെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു വഴി കിട്ടും. മൂർച്ചയില്ല അല്ലേ? അല്ല, ഇനി എന്നെ ചവിട്ടിയാൽ കൂടി മുകളിൽ നിന്ന് ഓടിഞ്ഞ് താഴെയാവും. ഓക്കെ ഓക്കെ, അത്രയും മതി. അത് കിടന്നോട്ടെ അവിടെ. ഇളകിയോ? സസ് ദേ അതിനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി. ഇല്ല, അത് കിടന്നോട്ടെ. തറയിൽ കിടക്കല്ലേ. ഓക്കെ, വഴി സെറ്റായി. ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നു. ഈ ഭാഗത്ത് മൊത്തം പുൽക്കോടുണ്ടാക്കുന്ന ആ ടൈപ്പ് ചെടികളാണ്. എന്താ? കാക്കണം. ഓക്കെ, എൻ്റെ പേര് കിട്ടി, കാക്കണം. വേറൊരാൾ നേരത്തെ വന്നിട്ട് ഉണ്ണീശോ പുല്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഓരോ തരം ഓരോ സ്ഥലത്ത് ഓരോ പേര്. കാക്കണം പുല്ല്. ഓക്കെ, ഇനി ഇങ്ങോട്ട് പിന്നെ കയറ്റമാണ്. അതെ, വഴിയൊന്നുമില്ല. നമ്മൾ ആ മല ലക്ഷ്യമാക്കി അങ്ങ് കയറുക. അപ്പം മുന്നേ പോകുന്നത് നോക്കി കയറി അങ്ങ് പോകും. ഈ ഇളകിയിരിക്കുന്ന പാർക്കല്ല കേട്ടോ, അത് നോക്കണം, അല്ലെങ്കിൽ കുത്തി വീഴും. കുറച്ച് പേരിതാ കയറി വരുന്നു. കുറേ ആൾക്കാർ അങ്ങ് മുകളിലെത്തി. അതായത് ഇവിടെയൊന്നുമല്ല, ഏറ്റവും മുകളിലാണ്. ഞാനിവിടെ പകുതി വഴി നിൽക്കുന്നു. ഭയങ്കരമായിട്ട് തളർന്നു. അമ്പോ, കുത്തണ കയറ്റം. ഇവിടെ മൊത്തം പുല്ലാണ്. അത് കാരണം നമ്മൾ ചവിട്ടുമ്പോൾ കാലങ്ങ് താഴ്ന്നു പോവും. അതോടൊപ്പം പാറയുടെ ഇടയിലായിട്ട് കുഴികളുണ്ട്.
തെന്നിക്കഴിഞ്ഞാൽ വീഴും. ആ മറ്റേ സാധനത്തിൽ പഴുത്തത് ഇല്ലേ അതിൽ തന്നെ പറ്റാറുന്നത്. ഇനി ഒരാൾ താഴെ ഇരിപ്പുണ്ട്, കുറേ താഴെയാണ്. കയറി വരും, ഞങ്ങളുടെ അടുത്ത് കയറി പോകാൻ പറഞ്ഞു. ഓക്കെ, കയറട്ടെ. അയ്യോ, നല്ല ഉയരമുള്ള പുല്ലുകളാണ്. അതോടെ പോണി പാറക്കല്ലുകളും. കയറ്റം തീർന്നെന്ന് വിചാരിച്ചതായിരുന്നു, അല്ല പിന്നെയും ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും അങ്ങ് മുകളിൽ പോകണം. പക്ഷേ ഈ ഒരു കയറ്റം, അതായത് പുല്ലും പാറയും അതൊക്കെയാണ് പ്രയാസം. കാരണം നമ്മളൊന്ന് അറിയാതെ ഏതെങ്കിലും ഇളകിയ കല്ലിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അങ്ങ് വീഴും, പുറകോട്ട് മറിഞ്ഞ് വീഴും. പുറകെ ലഗേജ് ഉണ്ടല്ലോ നമ്മുടെ പുറകിൽ, വെള്ളവും ഫുഡും എല്ലാം. അപ്പോൾ അത് കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ബ്ലൂ ടൈഗർ ബട്ടർഫ്ലൈ ആണ്. അവൻ്റെ പ്യൂപ്പയിൽ നിന്ന് പുറത്തിറങ്ങിയാണ്ടോ, താമസിയാതെ പറന്നു പോവും. നല്ല വെയിലായി, അനങ്ങുന്നുണ്ടോ. ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് ചിറക് വിടർത്തിയിട്ട് പറന്നു പോവും. ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ വേളിമല കയറിയപ്പോഴാണ് അത് കാണാൻ പറ്റിയത്. ഇവിടെ ഈ പുൽമേടിൻ്റെ വശത്തായിട്ട് നമ്മളിതുപോലെ ഒരുപാട് കാഴ്ച മിസ് ചെയ്തതാണ് ഈ വരുന്ന വഴിക്ക്. എന്നാലും ഇതൊന്നിനെ കാണാൻ പറ്റിയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം സൂപ്പറാണ്. ഇന്ന് ജനുവരി 1 2023. ഞങ്ങൾ ഒക്ടോബറിൽ ഇങ്ങോട്ട് വന്നില്ലേ വേളിമലയിൽ. അപ്പോൾ നീലക്കുറിഞ്ഞ് പോലെ ഒരു പൂ കാണിച്ചെന്നില്ലേ, അതാ ഇതെവിടെ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ. അത് തീർന്നിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി മുകളിലോട്ടോ ഒരുപാടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിലും പൂവുണ്ട്. അതെ, മുന്നിലുള്ള അവിടെ നിൽക്കുന്ന ചെടികളിലൊക്കെ പൂവുണ്ട്. ഇത് ജസ്റ്റ് തുടക്കമാണ്. അപ്പോൾ ഞാൻ കയറട്ടെ, മുകളിൽ ഒരുപാടുണ്ടാവും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. വലിയൊരു മലയാണ്. ഞങ്ങളതിൻ്റെ പല ഭാഗത്താണ് ഓരോരുത്തരും. ഇത് അങ്ങ് ഏറ്റവും മുകളിൽ കിരണ ആദ്യം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ദാഹിച്ച് തളർന്ന് നിൽക്കുക. വെള്ളം കുടിച്ചിട്ടും ശരിയാവുന്നില്ല, വെള്ളമൊക്കെ തീരാറായി. ഇന്ന് ശരിക്കും രാവിലെ 3 ലിറ്റർ വെള്ളം കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഇനി ഒരു ബോട്ടിലേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്. ഇനി അടുത്ത മാസം ഒന്നും ഇങ്ങോട്ട് വരുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട.